കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സിരിജഗൻ അന്തരിച്ചു. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയാണ് അന്ത്യം. 74 വയസ്സായിരുന്നു. ദീർഘനാളായി അർബുദബാധിതനായിരുന്ന അദ്ദേഹം 3 ആഴ്ചയായി കൊച്ചി ലിസി ആശുപത്രിയിൽ ചികിത്സയിലായിരുന്നു. 2005-ലാണ് കേരള ഹൈക്കോടതി ജഡ്ജിയായി ജസ്റ്റിസ് സിരിജഗൻ ചുമതലയേറ്റത്. 2014-ൽ വിരമിച്ചെങ്കിലും സർക്കാർ നിയോഗിച്ച വിവിധ സമിതികളുടെ അധ്യക്ഷനായി സേവനം തുടർന്നു. തെരുനായ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനായുള്ള പ്രവർത്തനം ശ്രദ്ധേയമാണ്. 2016-ൽ രൂപീകരിച്ച ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയുടെ ഇടപെടലിന് പിന്നാലെ ഇരകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപരിഹാരമായി ശുപാർശ ചെയ്തത്. ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാൻ, ന്യൂവാൾസ് വൈസ് ചാൻസലർ എന്നീ നിലകളിലും അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. വൈകിട്ട് 4 മണിക്ക് രവിപുരം ശ്മശാനത്തിലാണ് സംസ്കാരം. കേരള ഹൈക്കോടതി ജഡ്ജിയായിരുന്ന ജസ്റ്റിസ് സിരിജഗൻ അന്തരിച്ചു എന്നൊരു വാർത്തയാണ് ലഭിക്കുന്നത്. കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ ഇന്നലെ രാത്രിയായിരുന്നു അന്ത്യം. 74 വയസ്സായിരുന്നു. ദീർഘനാളായി അർബുദബാധിതനായി അദ്ദേഹം 3 ആഴ്ചയായി കൊച്ചി ലിസി ആശുപത്രിയിലായി ചികിത്സയിലായിരുന്നു. 2005-ലാണ് കേരള ഹൈക്കോടതി ജഡ്ജിയായി ജസ്റ്റിസ് സിരിജഗൻ ചുമതലയേൽക്കുന്നത്. 2014-ൽ വിരമിച്ചെങ്കിലും സർക്കാർ നിയോഗിച്ച വിവിധ സമിതികളുടെ അധ്യക്ഷനായി അദ്ദേഹം സേവനം തുടർന്നുകൊണ്ടേയിരുന്നു. തെരുനായ ആക്രമണത്തിന് ഇരയാകുന്നവരുടെ നഷ്ടപരിഹാരം നിർണ്ണയിക്കാൻ സുപ്രീം കോടതി നിയോഗിച്ച സമിതിയുടെ അധ്യക്ഷനായുള്ള പ്രവർത്തനമൊക്കെ വളരെയധികം ശ്രദ്ധേയമാണ്. 2016-ൽ രൂപീകരിച്ച ജസ്റ്റിസ് സിരിജഗൻ കമ്മിറ്റിയുടെ ഇടപെടലിന് പിന്നാലെ ഇരകൾക്ക് കോടിക്കണക്കിന് രൂപയാണ് നഷ്ടപരിഹാരമായി ശുപാർശ ചെയ്തിരുന്നത്. ശബരിമല ഉന്നതാധികാര സമിതി ചെയർമാൻ, ന്യൂവാൾസ് വൈസ് ചാൻസലർ എന്നീ നിലകളിലുമൊക്കെ അദ്ദേഹം പ്രവർത്തിച്ചിട്ടുണ്ട്. എന്തായാലും ഇന്ന് വൈകിട്ട് 4 മണിക്ക് രവിപുരം ശ്മശാനത്തിലാണ് അദ്ദേഹത്തിന്റെ സംസ്കാരം.